ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ പടച്ച റബ്ബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും എന്ന് തിരിച്ചറിവാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ വിജയമായിട്ട് കുടിക്കൊള്ളുന്നത്. ഓരോ മാസങ്ങളും കടന്നു പോകുന്നു. ദുൽഹിജ്ജ മാസത്തിന്റെ തൊട്ട് മുമ്പുള്ള ദുൽഖഅദ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് വിശുദ്ധ ഹറം ഷരീഫിലേക്ക് ഹജ്ജ് ലക്ഷ്യം വെച്ച് പുറപ്പെടുന്ന സമയങ്ങളും സന്ദർഭങ്ങളും ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയുടെയും ഏത് പരീക്ഷണങ്ങളുണ്ടെങ്കിലും അപ്പുറത്തെ ഒരു പ്രതീക്ഷയുടെയും കാലങ്ങളും നിമിഷങ്ങളും കടന്നു വരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനമായൊരു സംഗതിയാണ് നമ്മുടെ പള്ളികൾ എന്ന് പറയുന്നത്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ഭൂമിയിൽ അവന്റെ പള്ളികൾ എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് അത് പരിപാലിക്കുന്നത്? മൻ ആമന ബില്ലാഹ്, ഉള്ളിൽ നല്ല വിശ്വാസമുള്ളവനാണ്, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുന്നവൻ, പരലോക വിശ്വാസമുള്ളവൻ, നമസ്കാരം നിലനിർത്തുന്നവൻ, സക്കാത്ത് നിർവഹിക്കുന്നവൻ, അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടാത്തവൻ, അങ്ങനെ സച്ചരിതരും സുഹൃതം ചെയ്തവരും അവർക്കുള്ളൊരു സൗഭാഗ്യം കൂടിയാണ് അങ്ങനെ ഒരു സേവനം ചെയ്യുക എന്നുള്ളത്. തീർച്ചയായും അങ്ങനത്തെ സേവനങ്ങൾ ഖിയാമം വരെ തുടരേണ്ടതും അങ്ങനത്തെ സേവനം നൽകുന്ന ആളുകൾക്ക് മാനസികമായ പ്രാർത്ഥനാപരമായ പിന്തുണകൾ നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുള്ള സംഗതിയാണ് എന്ന് ആമുഖമായിട്ട് സൂചിപ്പിച്ചു കടന്നു പോകുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടുകൂടിയും അന്തസ്സോടുകൂടിയും ഈ ഭൂമിയിൽ ഒരാൾ ജീവിക്കുക എന്നുള്ളത്, മനുഷ്യന്റെ അഭിമാനം എന്ന് പറയുന്നത് വളരെ പവിത്രമായിട്ടാണ് ദീനുൽ ഇസ്ലാം നോക്കിക്കാണുന്നത്. അറഫ മൈതാനിയിലെ അവസാനത്തെ പ്രഭാഷണത്തിൽ ജനങ്ങളെ, നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ്, നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്, നിങ്ങളുടെ രക്തം പവിത്രമാണ്. അങ്ങനത്തെ വാക്കുകൾ പിന്നെ ലോക ചരിത്രത്തിൽ കാണുവാനാകില്ല. മനുഷ്യന്റെ അഭിമാനം എന്ന് പറയുന്നത് വളരെ പവിത്രമാണ്. ഒരു തരത്തിലും അത് പോറലേൽപ്പിക്കരുത്. നാവ് കൊണ്ട് നമ്മൾ എത്രയോ ആളുകളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ഉള്ളിലത് കിടക്കുന്ന വേദന നീറ്റലായിട്ട് കുമിഞ്ഞ് അതിങ്ങനെ പതക്കുന്നുണ്ടാകണം. അത് വല്ലാത്തൊരവസ്ഥയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം.
അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ അഭിമാനം പറിച്ചു ചീന്തരുത്. അവന്റെ മാനസികമായിട്ട് അവന്റെ അഭിമാനം വളരെ പ്രധാനമാണ് എന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഇസ്സത്തോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അഭിമാനം എന്ന് പറയുന്നത് വളരെ പവിത്രമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം മനുഷ്യനോട് എന്തെങ്കിലും തൊഴിൽ ചെയ്യണമെന്നാണ് ഇസ്ലാം എപ്പോഴും ആവശ്യപ്പെടുന്നത്. ഉപജീവനം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടാണ് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചത്. ഏത് തൊഴിലും പുണ്യമാണ് എന്ന് ദീൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കാലം കടന്നുപോയപ്പോ, തൊഴിലുകൾക്ക് വിവേചനമുണ്ടായപ്പോ, തൊഴിലാളികളോട് വിവേചനമുണ്ടായപ്പോ, ചില പ്രത്യേക തൊഴിലെടുക്കുന്നവരോട് പ്രത്യേകമായ പോരിശയും ശ്രേഷ്ഠതയും സമൂഹം കൽപ്പിച്ചപ്പോ എല്ലാ തൊഴിലുകളും, ഹറാമല്ലാത്ത സകല തൊഴിലുകളും പുണ്യമായിട്ട് പരിശുദ്ധ മതം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒരു പ്രവാചകൻ വരുന്ന ഒരു രംഗമുണ്ട്. അഭയാർത്ഥിയായിരുന്നു ആ പ്രവാചകൻ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവനാണ്. ഫറോവാന്റെ ക്രൂരമായ മർദ്ദനം ഭയപ്പെട്ടുകൊണ്ട് രാജ്യത്ത് നിന്ന് രക്ഷപ്പെട്ടതാണ്. അകലെ മറ്റൊരു പ്രവാചകന്റെ നാട്ടിൽ എത്തിച്ചേർന്ന ഒരു കഥയുണ്ട് ഖുർആനിൽ. അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു രംഗമുണ്ട്. ആ ഇരുത്തത്തിനിടയിൽ അദ്ദേഹം കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു കിണറിന് സമീപം നല്ല തിരക്ക് കാണുന്നു. അവിടെ 2 പെൺകുട്ടികൾ കുറച്ചപ്പുറത്ത് കാണുന്നു. ഈ ദൂരെ കണ്ട പെൺകുട്ടികളോട് അദ്ദേഹം ചെന്ന് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അവർ പറഞ്ഞു, ഞങ്ങൾ ശുഐബ് നബിയുടെ മക്കളാണ്. ഞങ്ങൾ ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞിട്ടേ ഞങ്ങൾ വെള്ളമെടുക്കാറുള്ളൂ. മൂസ എന്ന് പറയുന്ന പ്രവാചകൻ കടന്നു ചെന്നിട്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായൊരു വഴി ഉണ്ടാക്കി അതിലൂടെ വെള്ളമെടുത്ത് കൊടുത്തു. വളരെ നേരത്തെ അവർ അന്ന് വീട്ടിലെത്തി. ഖുർആൻ പറയുന്ന കഥയാണ് പ്രിയപ്പെട്ടവരെ. അത്ഭുതത്തോടുകൂടി ആ പ്രവാചകനായ പിതാവായ ശുഐബ് ആശ്ചര്യം നിറഞ്ഞിട്ട് അവരോട് ചോദിച്ചു, ഇത്ര നേരത്തെ വരാൻ? അപ്പോൾ അവരെല്ലാം പറഞ്ഞു. അക്കൂട്ടത്തിൽ ഒരു പെൺകുട്ടി പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന ഖൈറ മനിസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. കൂട്ടിക്കൊണ്ടുവരാൻ പറയാം. നിങ്ങൾക്ക് വെള്ളമെടുത്ത ആളെ കൂട്ടിക്കൊണ്ടുവരണം. അവനൊരു പെൺകുട്ടി പോയി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നു. ആ പെൺകുട്ടി ബാപ്പയോട് പറയാണ്, ഇന്ന ഖൈറ മനിസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. നിങ്ങൾ കൂലി കൊടുക്കാൻ വിളിച്ചയാൾ അദ്ദേഹം വിശ്വസ്തനാണ്, അദ്ദേഹം നല്ല ആരോഗ്യവാനുമാണ്. വിജനമായ പ്രദേശത്ത് കൂടി ഒരുപാട് നേരം നടന്നിട്ടും ഒരു യുവാവിനെ നിന്നുള്ള ഒരു തരത്തിലുള്ള ചാബല്യവും ആ പെൺകുട്ടിക്ക് അനുഭവപ്പെട്ടില്ല. അനാവശ്യമായൊരു വാക്കുണ്ടായില്ല, അനിവാര്യമല്ലാത്തൊരു നോക്കുണ്ടായില്ല. മാന്യമായിട്ട് ആ പ്രവാചകൻ അങ്ങനെ കടന്നു വന്നു, മൂസാ നബി കടന്നു വന്നു. അതിനെ കുറിച്ചാണ് ആ കുട്ടി പറഞ്ഞത്, ഇന്ന ഖൈറ മനിസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. വലിയ പാഠമുണ്ട് അതില്. തൊഴിലാളി എന്ന നിലയിൽ അദ്ദേഹത്തിന് കൂലി കൊടുക്കുക എന്നുള്ളത് ശുഐബ് നബിയുടെ മാതൃകയാണ്, ദീനിന്റെ മാതൃകയാണ്. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന അത് മാത്രമല്ല ശുഐബ് നബിയുടെ പ്രബോധനത്തിന്റെ കാര്യം. ദീനിന്റെ വിശാലമായ തലങ്ങളെ മഹാനായ ശുഐബ് നബി അലൈഹി ഇസ്ലാം നോക്കിക്കാണുന്നുണ്ട്. അവസാനം അദ്ദേഹം ഈ ചെറുപ്പക്കാരനായ മൂസായോട് പറയുന്ന ഒരു ഭാഗം ഖുർആനിലുണ്ട്, ഇന്നി ഉരീദു അൻ നുൻകിഹക ഇഹ്ദബനതയ്യ ഹതൈനി അലാ അൻ തജ്റുനി സമാനിയ ഹിജജ്. ഞാൻ എൻ്റെ 2 മക്കളിൽ ഒരു മകളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു മഹറുണ്ടല്ലോ, ആ മഹർ പറയാണ്, അത് 8 കൊല്ലത്തോളം എനിക്ക് നീ കൂലി വേല ചെയ്യണം. ഇനി 10 നീ പൂർത്തിയാക്കിയാൽ അത് നിന്റെ ഇഷ്ടമാണ്. നിന്നോട് ഞാൻ ഒരു തരത്തിലുള്ള പ്രയാസവും വരുത്തില്ല മൂസ. സതജിദുനി, നിനക്ക് ആ രൂപത്തിൽ നിനക്ക് എന്നെ കാണാൻ കഴിയും. മുതലായ കുറെ ഇൻഷാ അല്ലാഹ് മിനസ് സ്വാലിഹീൻ, നല്ലവരുടെ കൂട്ടത്തിൽ നിനക്ക് എന്നെ കാണാം മൂസ. ശുഐബ് നബി മൂസ അലൈഹിസ്സലാമിനോട് പറയുന്നത് ഖുർആനിൽ പറയുന്നുണ്ട്. വിഷയബന്ധിതമായിട്ട് അവിടെ മനസ്സിലാക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ട്. ഒരു കൂലിവേല എന്ന് പറയുന്ന സംഗതി അതാണെന്ന് മഹർ നിശ്ചയിക്കുന്നത്. 8 കൊല്ലത്തോളം മൂസ പ്രവാചകൻ ഈ ശുഐബ് നബിയുടെ ആടുകളെ മേച്ചു നടന്നു എന്ന് കാണുന്നു. അതുകൊണ്ടാണ് വമാ തിൽക ബിയമീനിക യാ മൂസ, എന്താണ് മൂസ നിന്റെ കയ്യിലുള്ളത് എന്ന ചോദ്യത്തിന് എന്റെ ആടുകൾക്ക് ഇല തല്ലിക്കൊഴിക്കാനുള്ള ഒരു വടി എന്ന് മറുപടികളുടെ കൂട്ടത്തിൽ ഒരു മറുപടി വന്നതും അതുകൊണ്ടാണ്. പറഞ്ഞു വന്നത് ദീന് ഒരു തൊഴിലിന് നൽകുന്ന പ്രാധാന്യം കൂടിയാണ്. ചെറുതല്ല, അതൊരു ചെറിയ സംഗതിയല്ല. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ.
പരിശുദ്ധ കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ വിശ്വാസികൾ നടത്തുന്ന ദുആ കൂടിയാണത്. ഞങ്ങൾക്ക് ദുനിയാവിൽ നല്ലത് തരണം, ഞങ്ങൾക്ക് ആഖിറത്തിലും നല്ലത് തരണം, ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണം. വലിയ പാഠം അത് നമുക്ക് പകർന്നു തരുന്നുണ്ട്. തൊഴിലിന്റെ ഒരു പ്രാധാന്യം അതുകൊണ്ടാണ് കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവൻ എന്തെങ്കിലും ഒരു തൊഴിലെടുത്തവരാണ്. പലതരത്തിലുള്ള തൊഴിലെടുത്തവരെ കാണാം. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോ നമ്മുടെ ദൃഷ്ടിയിൽ നീ കപ്പലിന്റെ നിർമ്മാണം നടത്തുക എന്നാണ്. ഒന്നാം തരം ആശാരിപ്പണിയല്ലേ അത്. പലകകൾ അടുക്കി വെച്ച് അതിന്റെ കൃത്യത ഉറപ്പുവരുത്തി അതിന്റെ നിർമ്മാണ പ്രക്രിയയിലെ ഒരു തരത്തിലുള്ള ന്യൂനതയുമില്ലാത്ത വിധം നൂഹ് എന്ന പ്രവാചകൻ ആ കൃത്യം നിർവഹിക്കുന്നത് ഖുർആനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ജോലിയുടെ പേരിൽ ജാതി വരെ തിരിച്ച ഒരു നാട്ടിലാണ് പിൽക്കാലത്ത് നമ്മൾ ജീവിക്കുകയുണ്ടായിട്ടുള്ളത്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി ഖുർആൻ പറഞ്ഞപ്പോ മനോഹരമായിട്ട് അദ്ദേഹം പടയങ്കികൾ നിർമ്മിക്കുന്നു. അതിനുള്ള ജ്ഞാനം നാം അദ്ദേഹത്തിന് കൊടുക്കുന്നു. സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഖുർആൻ പറയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് കാന സക്കരിയ നജ്ജാറൻ എന്നാണ്. അദ്ദേഹം ഒന്നാം തരം ആശാരിപ്പണി എടുക്കുമായിരുന്നു എന്നാണ്. ഇതൊക്കെ പകർന്നു നൽകുന്ന വലിയൊരു പാഠമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഇഷ്ടഭാജനമായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പേർഷ്യയിൽ നിന്ന് ആദ്യമായിട്ട് വിശ്വസിച്ചത് ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് സൽമാനുൽ ഫാരിസി. ദീർഘമായ ത്യാഗനിർഭരമായ യാത്രകളുടെ പര്യവസാനമായിട്ടാണ് സൽമാൻ പരിശുദ്ധ മതത്തിലേക്ക് കടന്നു വരുന്നത്. അതൊരു നീണ്ട ചരിത്രം കൂടിയാണ്. ആ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം ഹല്ലാഖ് എന്ന് പറഞ്ഞ ക്ഷുരകന്റെ ജോലി വരെ ചെയ്തിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പാഠം നൽകാണ്. ഖുർആൻ പറയുന്നു നിങ്ങൾക്ക് ജീവിതത്തിന്റെ ജീവിത മാർഗങ്ങൾ നിങ്ങൾക്ക് ഭൂമിയിൽ വ്യത്യസ്തമാക്കി തന്നു. ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. എല്ലാവർക്കും ഒരേ ഉയർന്ന ജോലി കിട്ടിക്കൊള്ളുന്നില്ല, വ്യത്യസ്തമായ ജോലികൾ ഉണ്ടാകാം. ഇന്ന സഅയക്കും ലശത്താ, നിങ്ങളുടെ പരിശ്രമങ്ങൾ വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഒരേപോലെ ആയിക്കൊള്ളാനാവണം എന്നില്ല. ദീൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ തരം തൊഴിലുകളും വളരെ പ്രാധാന്യമുള്ള വളരെ പുണ്യമുള്ള സംഗതിയായിട്ട് പരിശുദ്ധ ദീനെ പഠിപ്പിക്കുന്നു. തലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ, 3 പേരുടെ കാര്യത്തിൽ പരലോകത്ത് ഞാൻ തർക്കിക്കുന്നു, മറ്റുള്ളവരോട് ഞാൻ തർക്കിക്കുന്നു. അത് ഒരാൾ ആരാന്നറിയോ? വറജുലുൻ ഇസ്തഅജറ അജീറൻ ഫസ്തൗഫാ മിൻഹു വലം യുഅതിഹി അജ്റഹ്, ഒരാളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അയാളെ പണിയെടുപ്പിച്ചിട്ട് അയാൾക്ക് കൂലി കൊടുക്കാത്ത ഒരു മനുഷ്യൻ. 3 ആളെ എണ്ണി പറഞ്ഞെടുത്ത് ഒന്നതാണ് കൂലി കൊടുക്കാതിരിക്കുക എന്നുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൂലി ലഭിക്കാതിരിക്കുക എന്നുള്ളത് ജീവിതത്തിലെ വലിയ പ്രയാസമാണ്. ഇറ്റി വീണ വിയർപ്പ് തുള്ളികൾ, തളർന്ന് തകർന്നു പോയ ജീവിതത്തിന്റെ ഇരവ് പകലുകൾ, അതിന്റെ കൂലിയില്ലാത്ത ഒരു മാനസികാവസ്ഥ അതനുഭവിച്ചവർക്കല്ലേ അതറിയൂ. ശമ്പളം കിട്ടുന്നില്ല, ഇനിയില്ല പോയിക്കോ, എത്രയോ ശമ്പളം കിട്ടാനുണ്ട്, അങ്ങനെ പറയുന്ന ആളുകളെ കാണാൻ സാധിക്കും. അവരുടെ ജീവിതത്തിന്റെ ദുഃഖം എത്ര വലുതാണ്. 5ഉം 10ഉം കൊല്ലം ഒരു ഉറുപ്പിക പ്രതിഫലം കിട്ടാതെ പണിയെടുത്ത ആളുകളുണ്ടാകാം. കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ. അവസാനം ഒന്നുമില്ലാതെ അവർ തിരിച്ചു പോരുമ്പോ അവരുടെ ഉള്ളിൽ ചില വിങ്ങലുകളുണ്ട്, അവരുടെ ഉള്ളിൽ ചില വേദനകളുണ്ട്. ദീൻ അതാണ് കാക്ഷിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രായേലി സമൂഹത്തിന്റെ ഒരു കഥ പറഞ്ഞു കൊടുത്തപ്പോ പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. ഗുഹാമുഖം മടഞ്ഞുപോയ ഒരു രംഗമുണ്ട്. 3 യാത്രക്കാർ, അവർ ഗുഹയിൽ അഭയം തേടി. പുറത്ത് ശക്തമായ മഴ, ആ മഴയിൽ നിന്ന് അഭയം തേടിയതാണ്. അതിശക്തമായ പ്രകൃതി ക്ഷോഭങ്ങൾക്കിടയിൽ രാത്രിയിൽ വിശ്രമിച്ചതാണ്. പക്ഷേ അതൊരു പരീക്ഷണത്തിന് തുടക്കമായി. അവരുടെ ഗുഹാമുഖത്ത് വന്നിട്ട് ഒരു കല്ല് അവരെ തടസ്സം സൃഷ്ടിച്ചു. അത് നീക്കാൻ എത്ര ശ്രമിച്ചിട്ടും ആവാതെ വന്നപ്പോ ഓരോരുത്തർ ഓരോ ദുആ നടത്തുന്നുണ്ട്. അതിൽ ഒരാളുടെ ദുആ പ്രധാനമാണ്. അയാൾ പറയുന്നത്, ഞാൻ ഒരാളുടെ കൂലി വേല ചെയ്തിരുന്നു, എന്നിട്ട് ഞാൻ അയാളുടെ കൂലി വാങ്ങാതെ പോയി. റബ്ബേ, എനിക്കൊരാൾ കൂലി വേല ചെയ്തിരുന്നു, വൈകുന്നേരം ഞാൻ അയാളുടെ കൂലി കൊടുക്കാൻ നേരത്ത് അയാളത് വാങ്ങാതെ പോയി. ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ അയാളുടെ സ്വത്ത്, അയാളുടെ സമ്പത്ത് സൂക്ഷിച്ച് അതൊരാടിനെ വാങ്ങി അതങ്ങനെ പരിപോഷിപ്പിച്ച് അറിയാതെ അതങ്ങനെ വളർന്നുപോയി. കൊല്ലങ്ങൾ ഒരുപാട് കടന്നുപോയി. ഒരു ദിവസം അയാൾ കടന്നു വന്നു. അയാൾ കൂലി ചോദിച്ചു.
കൂലി ചോദിച്ചപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഈ താഴ്വാരം മുഴുവൻ മേഞ്ഞു നടക്കുന്ന ആട്ടിൻപറ്റങ്ങളും ഒട്ടകക്കൂട്ടങ്ങളും പശുക്കളും എല്ലാം നിങ്ങൾക്കുള്ളതാണ്. ആ നേരത്തെ അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത്തഖില്ല, നീ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ, വലാ തഹ്സഉ ബി, എന്നെ കളിയാക്കരുത് കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഒരു ദിവസത്തെ കൂലി ചെയ്തവനാണ്, വേല ചെയ്തവനാണ് ഞാൻ. അത് ചോദിച്ചിട്ടാ ഞാൻ വന്നത്. ഇങ്ങനെ നീ എന്തിനു പരിഹസിക്കണം? ഈ താഴ്വാരം മുഴുവനുള്ള ഒട്ടകക്കൂട്ടങ്ങളും കൃഷി, ഈ താഴ്വാരത്ത് മേഞ്ഞു നടക്കുന്ന ആട്ടിൻപറ്റങ്ങളും, ഇതൊക്കെ എടുത്തു പോയിക്കോ എന്ന് നീ എന്തിന് പറഞ്ഞെന്നെ കളിയാക്കണം? സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് തുടങ്ങുന്ന ദീർഘമായ ഒരു ഹദീസിന്റെ ഭാഗമാണ്. അപ്പോ ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, സഹോദരാ, നിനക്ക് വേണ്ടി ഞാനിത് സൂക്ഷിച്ചു വെച്ചു. അന്ന് നീ വാങ്ങാതെ പോയപ്പോ നിനക്ക് വേണ്ടി ഞാനിത് എടുത്തു വെച്ചു. അതിന്റെ ഗുണമായിട്ട്, അതിന്റെ പ്രതിഫലനമായിട്ട് അതിങ്ങനെ പെറ്റുപെരുകി, അതിങ്ങനെ പടർന്ന് പന്തലിച്ചു. അതുകൊണ്ട് ഇതെല്ലാം നിനക്ക് അവകാശപ്പെട്ടതാണ്. അത് വിസ്മയത്തോടെ കൗതുകത്തോടെ എല്ലാം തെളിച്ചിട്ട് അയാൾ അങ്ങനെ കടന്നു പോകുന്ന ഒരു രംഗമുണ്ട്. അത് മനസ്സിൽ നിന്ന് മായുന്നില്ല. അല്ലാഹുവേ, അത് ഞാൻ ചെയ്തതൊരു പുണ്യമാണെങ്കിൽ ഈ കല്ല് നീ നീക്കിത്തരയണമേ റബ്ബേ എന്ന ഒരു തേട്ടവും ഒരു പ്രാർത്ഥനയുമുണ്ട്. അതുകൊണ്ടാണ് ദീനുൽ ഇസ്ലാം നൽകുന്ന പ്രാധാന്യം ചെറുതല്ല. നിസ്കാരത്തിന്റെ പ്രാധാന്യം പറയുന്നുണ്ട്, ജുമഅയുടെ പ്രാധാന്യം പറയുന്നുണ്ട്, നിസ്കരിക്കുന്നവരെ വിജയിക്കൂ എന്ന് പറയുന്നുണ്ട്. നിസ്കാരം ഉപേക്ഷിക്കുന്നവർ വലിയ നരകശിക്ഷക്ക് വിധേയമാകുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും വ്യത്യാസം പോലും നമസ്കാരമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രവാചകൻ, ആ ദീന് സൂറത്തുൽ ജുമുഅയിൽ വളരെ പരിചയമുള്ള ആയത്ത, എന്നും എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ കേൾക്കുന്ന ആയത്താണ്. ഫൈദാ ഖുദിയത്തിസ് സ്വലാത്ത്, ജുമുഅ നമസ്കാരം നിങ്ങൾ നിർവഹിച്ചാൽ, നിസ്കാരം നിങ്ങൾ നിർവഹിച്ചാൽ, ഫന്തശിറൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ വ്യാപരിക്കുക, വബ്തഗൂ മിൻ ഫളില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യങ്ങളെ നിങ്ങൾ അന്വേഷിക്കുക, വദ്കുറുല്ലാഹ കസീറ, അല്ലാഹനെ ധാരാളമായിട്ട് ഓർക്കുകയും ചെയ്യുക, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകും. നിസ്കാരത്തിന് പറയാൻ പറഞ്ഞ്, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, അല്ലാഹുവിന്റെ വെളിയാളം കേട്ട നിങ്ങൾ പള്ളിക്ക് വരണമെന്ന് പറഞ്ഞ്, പിന്നെ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ തൊഴിലെടുക്കാൻ പോണെന്നാ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഫളല് അന്വേഷിച്ച് നിങ്ങൾ പോകണമെന്നാ പറഞ്ഞത്. അലസത നിങ്ങൾക്ക് പാടില്ലെന്നാ പറഞ്ഞത്. ഇന്നിപ്പോ സമൂഹം നേരിടുന്ന പ്രശ്നം എന്താണ്? ഒരു നാടിന്റെ പ്രശ്നം എന്താണ്? ഒരു വീടിന്റെ പ്രശ്നം എന്താണ്? അവിടെ കുറച്ച് പ്രായമായ ആളുകൾ അല്ലെങ്കിൽ യൗവനമായ ചെറുപ്പക്കാർ, ഒരു പണിയില്ലെങ്കിൽ ആ വീട്ടിൽ വലിയ വേദനയാണ്. അയാളിങ്ങനെ ഇരിക്കുകയാണ്. അത് മകനായാലും വേണ്ടില്ല, പ്രിയപ്പെട്ട ഭർത്താവാണെങ്കിലും വേണ്ടില്ല, കുടുംബം നോക്കാനും പോറ്റാനും വിധിക്കപ്പെട്ടവൻ ആരാണെങ്കിലും ശരി, ഒരു പണിയില്ലാതെയാൽ അത് വലിയ പ്രശ്നമാണ്. അത് കുടുംബത്തിൽ പ്രശ്നമാണ്, നാട്ടിലും പ്രശ്നമാണ്. ഒരു മഹലിൽ പ്രശ്നമാരാ? ഒരു പണിയില്ലാത്തവരാണ്. അവർക്ക് ഒരു പണിയില്ല. ഈ ആളുകളുടെ കുറ്റം പറയുക, ഇങ്ങനെ അതിന്റെ ന്യൂനത പറയുക. ഒരു ഏർപ്പാട് മനുഷ്യനെപ്പോഴും ആവശ്യമാണ്. ഒരു ജോലി എന്നുള്ളത് വളരെ ആവശ്യമാണ്. തിരക്കുകൾ മനുഷ്യന് ആവശ്യമാണ്. വിയർപ്പ് തുള്ളികളുണ്ട് വിശ്വാസിയുടെ നെറ്റിത്തടത്തിൽ. അവൻ മരിച്ചു കിടക്കുമ്പോൾ എന്നൊരു പ്രയോഗമുണ്ടല്ലോ, അത് വെറുതെ പറയുന്നതല്ല. അപ്പോഴും അയാൾ അധ്വാനശീലനാണ്. അവസാനവും അയാൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. അയാൾ നിരന്തരമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫൈദാ ഫറഗത ഫൻസ്വബ്, ഒന്ന് തീരുമ്പോൾ അയാള് മറ്റൊരു തൊഴിലെടുത്തുകൊണ്ടിരിക്കണം. അതാണ് സഹാബാ കിറാമിന്റെ കഥയെ നമ്മളെ പഠിപ്പിക്കുന്നത്. അധ്വാനശീലരായവർ. സ്വർഗത്തെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായിട്ട് വിശദീകരിച്ചു കൊടുക്കുമ്പോ ഒരു കർഷകനായ സഹാബി അത്ഭുതത്തോടെ എണീറ്റുന്നൊരു ചോദ്യമുണ്ട്. അള്ളാന്റെ റസൂലെ, എനിക്ക് സ്വർഗത്തിലെത്തിയാൽ എനിക്കവിടെ കൃഷി ചെയ്യാൻ പറ്റുമോ നബിയേ? അതാണ് ഒരു കർഷകന്റെ മനസ്സ്. സ്വർഗത്തിലെത്തിയിട്ട് അവിടെ അങ്ങനെ ആടിപ്പാടി ആസ്വദിച്ച് നീന്തി തുടിച്ച് അങ്ങനെയൊന്നല്ല മനുഷ്യന്റെ ചിന്ത പോയത്. എനിക്കവിടെ കൃഷി ചെയ്യാൻ പറ്റുമോ എന്നാണ്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓക്കെ, നിനക്ക് കൃഷി ചെയ്യാം. പക്ഷെ അവിടെ വിത്തിടുമ്പോഴേക്ക് ചെടിയായി, അടുത്ത നിമിഷം തന്നെ കായ്കനികളുണ്ടായി. നീ അത് പറിക്കുമ്പോഴേക്ക് അടുത്ത കായ്കനികൾ അതിൽ പ്രത്യക്ഷമായി. ഇങ്ങനെ
സ്വർഗത്തിലെ കൃഷിയെക്കുറിച്ച് പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അതൊരു വലിയ പാഠമാണ്. അതുകൊണ്ടാണ് തൊഴിലാളികളോട് മാന്യമായ സമീപനം സ്വീകരിക്കണമെന്ന് പറയുന്നത്. ഒരാൾ കൂലി വാങ്ങാതെ പോയാൽ അത് ലാഭമാണ്, കുറെ കിട്ടലായി, അങ്ങനൊന്നും ഒരാൾ കരുതുന്നില്ല. തൊഴിലാളിയുടെ വിഷമങ്ങൾ കുറച്ചു കൊടുത്താൽ, അവന്റെ ഭാരങ്ങൾ നീ കുറച്ചു കൊടുത്താൽ അള്ളാഹു നിന്റെ ഭാരങ്ങൾ കുറച്ചു തരും എന്ന് വരെ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കുക. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഹദീസിന്റെ പണ്ഡിതന്മാർ ചിലർ ആ ഹദീസിൽ ഉൾഫത്തൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിന്റെ ആശയം വളരെ പ്രബലമാണ്. ദീൻ എത്ര കൃത്യമാണ്. ഒരാളുടെ വേദന അത് മതം തിരിച്ചറിയുന്നു, ഒരാളുടെ കണ്ണുനീര് അത് മതം തിരിച്ചറിയുന്നു. അതുകൊണ്ട് അധ്വാനശീലരാവുക എന്നാണ്. പ്രാർത്ഥനകൾ ഒരുപാട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്, നമ്മളെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അല്ലാഹുവേ എന്നെ ഭീരുത്വത്തിൽ നിന്ന് കാക്കണം, അല്ലാഹുവേ എന്നെ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസൽ, അല്ലാഹുവേ അലസതയിൽ നിന്നും നീ എന്നെ കാക്കണം റബ്ബേ. അതാണ് ആ പാഠം. അലസത അത് വലിയ ക്ഷീണം ചെയ്യും, അത് കുടുംബത്തിന് ഭാരമാകും, അത് സ്നേഹം പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെ പോകും, മറ്റുള്ളവർക്കൊരു ഭാരമായിട്ട് നമ്മൾ മാറും. അതുണ്ടാകരുത് എന്ന് പരിശുദ്ധ ദീൻ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. സഹീഹ് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് അതാ പരിചയപ്പെടുത്തുന്നത്, മാ അക്കല തആമുൻ അഹദ്, നിങ്ങളിൽ ഒരാളും ഭക്ഷിക്കുന്നില്ല തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല ബിൻ അമലി യദിഹി, സ്വന്തം കൈകൊണ്ട് പണിയെടുത്തിട്ട് കിട്ടുന്നൊരു പ്രതിഫലമുണ്ടല്ലോ, അതുകൊണ്ടുള്ള നിങ്ങൾ കഴിക്കുന്ന അന്നം അത്ര നല്ലൊരു ഭക്ഷണം വേറെ ഇല്ല എന്നാണ്. ആശ്രിതനായിട്ട് മറ്റുള്ളവരുടെ ഇന്ന് എന്തെങ്കിലും കിട്ടി ജീവിക്കുക എന്നുള്ളത് അതൊരു മാന്യന്റെ ഏർപ്പാടല്ല. അതുകൊണ്ട് ആ യാചനയെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയത്. അയാളത്ത് എന്തേലും ഉണ്ടാവും, അയാൾക്ക് കിട്ടണം, അങ്ങനൊരു സമ്പ്രദായമേ നമുക്ക് കാണാനാകുന്നില്ല. പണിയെടുക്കുക, തൊഴിലെടുക്കുക, അതിന് പ്രോത്സാഹനം നൽകുക. ഈ ഹദീസിന്റെ ബാക്കി കാണാം, ഇന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദിഹി. റസൂലുള്ളാഹി പറയാണ്, ദാവൂദ് നബിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ? വലിയ രാജാവാണ് അദ്ദേഹം, പക്ഷെ എന്നിട്ടും പണിയെടുത്തിട്ട് അദ്ദേഹം ജീവിച്ചു എന്നാണ്. പണിയെടുത്ത് ജീവിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത മനുഷ്യനാണ്, പക്ഷെ അതിനു മുമ്പ് ഒന്നാന്തര കച്ചവടക്കാരനാണ്. ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോ സമയമില്ലാതായപ്പോ ഖജനാവിൽ നിന്ന് നേരിയ സംഖ്യകൾ സ്വീകരിച്ചുകൊണ്ട് അവർ ആ കൃത്യം നിർവഹിച്ചു എന്ന് കാണുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലും അദ്ദേഹം കച്ചവടക്കാരനാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലും അദ്ദേഹം ഒന്നാന്തരം കച്ചവടക്കാരനാണ്. അലി ഇബ്നു അബീ ത്വാലിബിനെ കുറിച്ച് വായിക്കുമ്പോ അദ്ദേഹം മറ്റുള്ളവർക്ക് വെള്ളം കോരി കൊടുത്തിരുന്നു, അങ്ങനെ കൂലി വാങ്ങിയിരുന്നു എന്ന് കാണുന്നു. ഇസ്ലാമിന്റെ ചരിത്രം മുഴുവൻ അങ്ങനെയാ, മദ്ഹബിന്റെ ഇമാമുകളുടെ ചരിത്രം അങ്ങനെയാ. എന്തെങ്കിലും ഒരു ഏർപ്പാടുണ്ടാവും. അബൂ ഹനീഫ ഇമാം ഒന്നാന്തരം വസ്ത്ര വ്യാപാരിയായിരുന്നു എന്ന് കാണാം. ഏർപ്പാടുകൾ, തൊഴിലുകൾ അത് എന്തു ആകാം, അത് ഇന്നത് എന്ന് പിൽക്കാലത്ത് ആളുകൾ അതിന്റെ ഭംഗിവാക്കുകൾ കൊണ്ട് ഉണ്ടാക്കി തീർത്തതാണ്. അതുകൊണ്ട് അലസത അത് അപകടം ചെയ്യും, അത് കുടുംബത്തിന് ക്ഷീണം ചെയ്യും. അത് പ്രത്യേകിച്ച് ഇന്നത്തെ പുതിയ തലമുറ അവർ അധ്വാനശീലരാകണം. ഈ ആലസ്യമുണ്ടല്ലോ, അതാണ് പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നത്. വെറുതെ ഇരിക്കുമ്പോ ഉള്ളിലേക്ക് പിശാചി കടന്നു വരുമെന്നാണ്. നിങ്ങൾ ഒറ്റപ്പെടുമ്പോ അവിടെ പിശാചി കടന്നു വരുമെന്നാണ്. ചിന്തകളിൽ പിശാചി കുടിയേറി പാർക്കും എന്നാണ്. വഴിവിട്ട ജീവിത രീതികളിലേക്ക് ചിലപ്പോൾ അത് നിങ്ങളെ കൊണ്ടുപോകും എന്നാണ്. അതുകൊണ്ട് തന്നെ അധ്വാനശീലത എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെ തൊഴിലെടുക്കുന്നവരോട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുതലാളി തൊഴിലാളി ഒരു ശത്രു സംവിധാനമില്ല. നക്സൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നില്ല. മുതലാളി തൊഴിലാളി എന്ന് പറയുമ്പോഴും അവർ പരസ്പരം അമാനത്തേറ്റെടുത്ത് പരസ്പരമുള്ള ഉത്തരവാദിത്തത്തോടുകൂടി അവർക്ക് കടന്നു പോകാൻ സാധിക്കുക എന്നുള്ള അതിപ്രധാനമായ ഒരു തത്വമാണ് ദീനുൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ആ രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കണം. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്ന് പറയുന്നത്, ദീനിന്റെ മാതൃക എന്ന് പറയുന്നത് വളരെ മാന്യമായിട്ട് തൊഴിലെടുത്ത് അഭിവൃദ്ധിയോടുകൂടി ജീവിക്കുക, ആ രൂപത്തിൽ ആയിത്തീരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.